രാജ്യമാണ് ഏറ്റവും മികച്ചത് എന്ന പൊങ്ങച്ച മത്സരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് 3 വിശിഷ്ട വ്യക്തികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അമേരിക്ക, ചൈന, ഇന്ത്യ, ഇവരെ ഓരോരുത്തരെയുമായി നമുക്ക് സ്വാഗതം ചെയ്യാം. അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്ന ലേസിമാൻ സ്പൈഡർമാൻ, ചൈനയിൽ നിന്ന് വന്നിരിക്കുന്ന മാവു പാവു, നമ്മുടെ കേരളക്കരയിൽ നിന്ന് വന്നിരിക്കുന്ന പോത്തൻ പാപ്പൻ, കെയർ ഓഫ് പപ്പടക്കൊന്ന് തീരും. അപ്പച്ചോ, ഇതെവിടെ കാണില്ല. അപ്പച്ചോ, നമ്മൾ അമേരിക്കക്കാര് ഒരു പരിപാടിക്ക് തുടങ്ങുന്നതിന് 30 മിനിറ്റ് മുമ്പ്, അതാണ് നമ്മുടെ കൃത്യനിഷ്ഠ. അപ്പച്ചോ, ഒരു പരിപാടി രാവിലെ 8 മണിക്ക് നടക്കണമെങ്കിൽ ഞങ്ങൾ രാവിലെ 6 മണിക്ക് എത്തും. അതാണ് ഞങ്ങളുടെ കൃത്യനിഷ്ഠ. നിങ്ങൾ മിണ്ടാതിരിക്കുകയില്ല. ഞങ്ങൾ അമേരിക്കക്കാർ ആദ്യം പറഞ്ഞത് സമയനിഷ്ഠയെ കുറിച്ചാണ്. ഇതാണോ ഇരുന്ന സമയം? ഇന്ത്യക്കാർക്ക് കൃത്യനിഷ്ഠ എന്ന ഒരു വാക്കുടെ നിഘണ്ടുവിലില്ല. എല്ലാവർക്കും നമസ്കാരം. എന്താ മോഹൻചേട്ടന്റെ നമസ്കാരത്തിനുള്ള നീളം? അതങ്ങനെ മനഃപൂർവ്വമൊന്നും അല്ല. അതിനിടയ്ക്ക് ഏർപ്പാട്ടം വലിയ കയറി വരും. അതാണ് എന്ത് പോയത്. അങ്ങ് ക്ഷമിച്ചേരോ. അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചർച്ച ആരംഭിക്കാം. എന്റെ ആദ്യ ചോദ്യം കണ്ടുപിടുത്തം. കണ്ടുപിടുത്തത്തിൽ ഞങ്ങളുടെ പേരാണ് ആദ്യം വരുന്നത്. ഓഹോ, എന്നാൽ അതൊന്നും പറയാമെന്ന് സുഹൃത്തെ. 150 വർഷം മുമ്പ് തൊട്ടേ ഞങ്ങൾ അമേരിക്കക്കാർ ടെലിഫോൺ ഉപയോഗിക്കുന്നു. എങ്ങനെയാണെന്ന് 100 വർഷം മുമ്പ് ഞങ്ങളുടെ ഗ്രാമത്തിൽ ഒരാൾ 150 മീറ്ററോളം ആഴത്തിൽ മണ്ണ് കുടിച്ച് ചെന്നപ്പോ ചെമ്പുകമ്പയുടെ അവശിഷ്ടം കണ്ടു. മനസ്സിലായില്ലേ? അമേരിക്കയിൽ പണ്ട് തൊട്ടേ ടെലിഫോൺ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്റെ പ്രിയ സുഹൃത്ത് കുഴിമണിയൻ സ്പൈഡർമാനെ, ഞങ്ങളുടെ കണ്ടകൾ അറിഞ്ഞില്ല. ഡാപ്പൻ എന്ന പേരുള്ള ഞങ്ങളുടെ ഒരാൾ ഭൂമിയുടെ ഉള്ളിൽ ആഴത്തിൽ കുഴിച്ചപ്പോൾ ടെലിഫോണിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. അതായത് അന്ന് മുതൽ അവർ അത് ഉപയോഗിച്ചു വരുന്നു. അതായത് ചീനായി എന്നു പേരുള്ള ചൈനയെ നിങ്ങൾ നിസ്സാരമായി കാണരുത്. അമേരിക്ക, ചൈന, ലോകത്തോട് പ്രഖ്യാപിക്കപ്പെടാത്ത പല കാര്യങ്ങളുമുണ്ട്. മൊബൈൽ കണ്ടുപിടിച്ചത് ഇന്ത്യയാണെന്ന് ഏതെങ്കിലും പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതെങ്ങനെയാണെന്ന് ഒന്ന് വിശദീകരിക്കാമോ? എന്നാൽ ആഴത്തിൽ കുഴിച്ചു പോയപ്പോൾ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ചുക്കും മനസ്സിലാക്കാനില്ല. ഇന്ത്യക്കാർ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. അതുതന്നെ കാര്യം. ഇനി മറ്റൊരു 300 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കമ്പിയും പോസ്റ്റും കണ്ടുപിടിക്കുന്നതിന് മുമ്പേ തന്നെ നമുക്ക് വയർലെസ് ഫോൺ ഉണ്ടായിരുന്നു. സൈലൻസ് പുതിയ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. നമ്മുടെ മുമ്പിൽ കാണികളുണ്ട്. അവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമ്മൾ തുടങ്ങട്ടെ. യെസ്, നമ്മുടെ വിഷയമാണ് സ്പെഷ്യാലിറ്റി. സ്പെഷ്യാലിറ്റിയെ പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് വിവരിക്കാമോ? ഞങ്ങളുടെ അഭിപ്രായം ടെക്നോളജിയുടെ കാര്യത്തിൽ ഞങ്ങൾ തന്നെയാണ് മുമ്പ്. ഓഹോ, ഞങ്ങളുടെ വിമാനം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ടെക്നോളജി അതൊരു സംഭവം തന്നെയാണ്. ഞങ്ങളുടെ വിമാനം എല്ലാം ആകാശത്തൂടെ നോക്കിയാണ്. മുട്ടിയോ? ഏതാണ്? ഇന്ന് ഞങ്ങളുടെ അന്തർവാഹിനി കപ്പലുകൾ തട്ടി ആണ് പോകുന്നത്. ആരെയും വെല്ലുന്ന ഭയങ്കര സൈസിലുള്ള
ടെക്നോളജിയാണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് അതിരിക്കട്ടെ, നമ്മുടെ മലയാളക്കരയിൽ നിന്ന് എത്തിയിരിക്കുന്ന പൂന്തൻ ചേട്ടന് സ്പെഷ്യാലിറ്റിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്നാലേ ഞങ്ങളുടെ പ്രത്യേകത, ഞങ്ങൾ മൂക്കിൽ കൂടാണ് കഴിക്കുന്നത്. ഇതൊരു വിരുദ്ധരാണ് പറയുന്നത്. അത് ശരി, നടക്കുന്ന കാര്യം വല്ലതുണ്ടെങ്കിൽ പറയുക സുഹൃത്തെ. ഇങ്ങനെയാണെങ്കിൽ ഇവര് രണ്ടുപേരും പറഞ്ഞത് എവിടെ നടക്കുന്നത്, എവിടെയാണ് നടന്നിട്ടുള്ളത്? ചേട്ടൻ ചൂടാകാതെ. അല്ല അങ്ങനെയല്ല. മുട്ടിപ്പോന്ന് വെച്ചാൽ ലേശ താഴെ കൂടിയാണ് പോവാ. ഞങ്ങളുടെയും തട്ടി പോയില്ലെങ്കിലും കുറച്ച് നേരെ കൂടിയാണ് പോകുന്നത്. നിങ്ങൾ കശ്മീശുന്നുണ്ടല്ലേ? ഇവർ പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. ചേട്ടൻ ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഒന്ന് വ്യക്തമാക്കാമോ? ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മൂക്കിന് ലേശം താഴോട്ട് പോയി വായിക്കൂടാണ് കഴിക്കുന്നത്. ഒക്കെ കണക്കാണ്. നമസ്കരിച്ചിരിക്കുന്നു. ഓക്കെ. അടുത്ത ടോപ്പിക് സ്പോർട്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. സ്പോർട്സ് അത് നിങ്ങളുടെ രക്തത്തിൽ അലിയിച്ചേർത്തിട്ടുള്ളത്. അതിന് പ്രത്യേകം എടുത്ത് പറയേണ്ടത് നീന്തൽ മത്സരം. അത് ശരി, ഓക്കെ. അപ്പോൾ നിങ്ങൾ അത് എങ്ങനെയാണ് നേടിയെടുത്തത്? അതെ, ഞങ്ങളുടെ അവിടുത്തെ ഒരു ചാട്ടം വെള്ളത്തിൽ ചാടി കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞാണ് പൊങ്ങി വന്നത്. അത്രേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെയുള്ള ലിയു എന്ന പേരുള്ള വെള്ളത്തിൽ ചാടിയിട്ട് 4 ദിവസം വെള്ളത്തിൽ കഴിഞ്ഞിട്ടാണ് പൊങ്ങി വന്നത്. നിങ്ങളൊക്കെ 2 ദിവസവും 4 ദിവസവും ഒക്കെ അല്ലേ എടുത്തത്? ഞങ്ങളുടെ ഒരു സഹോദരൻ കഴിഞ്ഞ 4 വർഷം മുമ്പ് വെള്ളത്തിൽ ചാടിയതാണ്. അതെന്താ തിരിച്ചു വരാത്തേ? ഇനി അങ്ങേര് തിരിച്ചു വരുമോ ആവോ? പുള്ളിയുടെ നീന്തൽ ഇപ്പോഴും തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, ശരി. ഇനി അടുത്തായിട്ട് നമുക്ക് വാറിനെ പറ്റി സംസാരിക്കാം. അതെ, ഞങ്ങൾ അമേരിക്കക്കാർക്ക് ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഒരു പ്രയാസവും. ഒരു മിസൈൽ കൊണ്ടെടുക്കും, അതിനൊപ്പം തന്നെ ഒരു ചെറിയ റിമോട്ട് കൊണ്ടു. ഒരു ഞെട്ടി വിട്ടു കഴിഞ്ഞാണല്ലോ കറക്റ്റ് ലക്ഷ്യസ്ഥാനത്ത് പോയി പൊട്ടി. ഒരു രാജ്യം നശിപ്പിക്കാനായിട്ട് ഞങ്ങൾ വിചാരിച്ചാൽ പ്രയാസമാണ്. ചൈനയുടെ ഡെവലപ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? ഞങ്ങൾ റിമോട്ട് കൺട്രോൾ ഉണ്ടാക്കി സമയം കളയാറില്ല. അത് ഞങ്ങൾ ചെയ്യുന്നത്. ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ ഞങ്ങൾ എവിടെ ഇടണ്ടേ എന്ന് പേര് പറയും. അത് അവിടെ തന്നെ വീണുകൊള്ളും. വളരെ സിമ്പിൾ. ഭയങ്കരം തന്നെ. അന്ന് ആദ്യമായിട്ട് ഒരു പേപ്പർ മിസൈലാണ് വിടും. ഫ്രം ഷെബാസ് പാകിസ്ഥാൻ എന്ന പേര്. അത് ലക്ഷ്യസ്ഥാനത്ത് വീഴുമോ? അത് നോർത്ത് കൊറിയയിൽ ചെന്ന് വീഴും. പിന്നെ ബാക്കി കാര്യം ആ നോക്കിക്കോളും. പൊട്ടിയാൽ പൊട്ടി, അല്ലെങ്കിൽ ചീറ്റും. ഈ ബുദ്ധി വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. അടുത്ത ടോപ്പിക് ഫുഡിനെ പറ്റിയാണ്. ഫുഡ് എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷം അല്ലേ? ആഹാരത്തിന്റെ കാര്യത്തിൽ ചൈന തന്നെയാണ് മുന്നിൽ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഒന്ന് ചോദിച്ചു നോക്കിക്കുകയും അവർക്ക് നൂഡിൽസ് ഇഷ്ടമാണോ? ഈ നൂഡിൽസ് ആരാണ് കണ്ടുപിടിച്ചത്? അത് ചൈനക്കാർ തന്നെ. അതായത് ഹക്ക നൂഡിൽസ്, സെജ്വാൻ നൂഡിൽസ്, മറ്റേ നൂഡിൽസ് എല്ലാ നൂഡിൽസും കണ്ടുപിടിച്ചത് ചൈനക്കാരാണ്. ചൈനയെ കടത്തിവെക്കാൻ ആർക്കും ഒക്കത്തില്ല. ഒരു അമേരിക്കക്കാർക്കും ഒക്കത്തില്ലെന്നേ. മാഗി എന്നത് ആരാണ് കണ്ടുപിടിച്ചത്? ഇവിടെയുള്ള എല്ലാ വീട്ടന്മാർക്കും അറിയാം. മാഗി ഉണ്ടെങ്കിലേ കാര്യം നടക്കുന്നത്. ഒരു 2 മിനിറ്റ് നൂഡിൽസ് ശുദ്ധമാണ്. ഈ നൂഡിൽസ് കണ്ടുപിടിച്ചത് നമ്മുടെ ഇന്ത്യക്കാർ തന്നെയാണ്. അതും നമ്മുടെ നാട്ടിലുള്ള അന്നാമ ചേട്ടത്തി. അന്ന് അതിന്റെ പേര് നൂലപ്പമായിരുന്നു. അതിനെയാണ് ഓമാരൊക്കെ നൂഡിൽസ് മാഗി എന്നൊക്കെ പറയുന്നത്. ആ നൂലപ്പത്തിന്റെ പുളി കഴിച്ച്
ഇവർ കോപ്പി അടിച്ച് നൂഡിൽസ് എന്നും മാഗി എന്നും പറഞ്ഞാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ നമ്മുടെ അവസാനത്തെ റൗണ്ടിലെ അവസാനത്തെ ക്വസ്റ്റിലേക്ക് കടക്കാനുള്ള സമയമായി. സ്വർഗത്തിൽ ആരാണ് ഒന്നാമൻ എന്നാണ് ചോദ്യം. സ്വർഗത്തിൽ പോകുന്നെങ്കിൽ നിങ്ങളോട് ചോദിച്ചാലോ? വേണ്ട, നിങ്ങൾ തന്നെയാണ് ആയിരിക്കും. പോത്തഞ്ചേട്ടന്റെ ആവേശമെല്ലാം എവിടെ പോയി? എന്താണ് സംശയം? ഞങ്ങൾ തന്നെയാണ് ഏറ്റവും മുൻപന്തിൽ, ദൈവത്തിന്റെ സ്വന്തം നാട്ടുകാർ. നമുക്ക് ദൈവത്തെ വിളിച്ച് നേരിട്ട് ചോദിക്കാറോ ആരാണ് ഒന്നാമതെന്ന്? എന്തിനാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ എന്നെ വിളിക്കുന്നത്? ഇവരുടെ ചില സംശയങ്ങൾ ഒന്ന് ചോദിച്ചു കൊടുക്കാം. ചോദിക്കാം. എന്താണ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സംശയം? ദൈവമേ, ഞാൻ അമേരിക്കക്കാരൻ. എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ രാജ്യം മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഈ ലോകരാജ്യങ്ങളെല്ലാം മടക്കി വയ്ക്കാനായിട്ട് ഇനി എത്ര നാൾ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും? മകനെ, അമേരിക്കക്കാരാണ്. എല്ലാ കാര്യത്തിലും നിങ്ങൾ അമേരിക്കക്കാർ മുൻപന്തിയിലാണെങ്കിലും ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ അടക്കി ഭരിക്കുവാൻ നിങ്ങൾക്ക് ഏകദേശം 200 വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരും. അയ്യോ, സമാധാനപ്പെടും കഴിയാതെ. എനിക്കതിനുള്ള ആയുസ് ബില്ല് എന്ന് ഓർത്തപ്പോൾ കരഞ്ഞു പോയതാണ്. വിഷമിക്കില്ല, ഞാൻ പ്രാർത്ഥിക്കാം. അതിന് താൻ അത്രയും നാം ജീവിച്ചിരിക്കുമോന്ന് എന്താണ് ഉറപ്പ്? വെറുതെ ആശ കൊടുക്കല്ലേ ദൈവമേ. ഞാൻ ചെയ്യുന്നതാണ് ഞങ്ങൾ എല്ലാ രാജ്യങ്ങളെക്കാളും ഒരു പടി മുന്നോട്ടാണ്. എല്ലാ രാജ്യങ്ങളെ കവച്ചു വയ്ക്കുവാൻ ഞങ്ങൾക്ക് ഏകദേശം എത്ര മാത്രം വേണ്ടി വരും? മകനെ, ചൈനക്കാരാ ഇപ്പോൾ കണ്ടുപിടുത്തത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും ഒരു പടി മുന്നിൽ നിൽക്കുവാൻ നിങ്ങൾക്ക് ഏകദേശം 400 വർഷം കാത്തിരിക്കേണ്ടി വരും. ദൈവമേ, ഒരു വിധിത് വല്ലാത്ത ചതിത് ഓർക്കാപ്പുറത്തിന്റെ പിന്നീട് അടിയത് എന്തൊരു വിധിയത്, എന്തൊരു വിധിയത്. ദൈവമേ, ഞാൻ ഇന്ത്യക്കാരൻ, ദൈവത്തിന്റെ സ്വന്തം നാട്ടുകാരൻ, കേരളമാണ്. എനിക്ക് ചില സംശയങ്ങളുണ്ട് ദൈവമേ. ഞങ്ങളുടെ ഈ കൊച്ചു കേരളം പട്ടിണി, മദ്യപാനം, രാഷ്ട്രീയ കലാപം, സ്ത്രീപീഡനം, കൈക്കൂലി, പല കാര്യങ്ങളിലും മുൻപന്തിയിലാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരു കൊച്ചു കേരളം കാണാൻ അതിയായ ആഗ്രഹമാണ്. അതിനുവേണ്ടി ഞങ്ങൾ എത്ര നാൾ കാത്തിരിക്കണം ദൈവമേ? അങ്ങനെ അഴിമതി, കൊലപാതകം, മദ്യപാനം, സ്ത്രീപീഡനം, രാഷ്ട്രീയ കലാപം, പട്ടിണി, കൈക്കൂലി ഇവയൊന്നും ഇല്ലാത്തൊരു സുന്ദര കേരളമായി മാറുവാൻ നിങ്ങൾ 1, 2, അതാണ് ഉറപ്പിച്ചു. 3, 4, 5, 5 മതി ചെയ്യണോ? അത് മതി. 6, 7. അക്കം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ ദൈവമേ. ദൈവം കരയുന്നുണ്ടോ? ദൈവമേ, അങ്ങ് എന്തിനാണ് കരയുന്നത്? ഇനിയും എത്ര കൊല്ലം ഞാൻ ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കണമെന്ന് ഓർത്തപ്പോൾ കരഞ്ഞു പോയതാണ് മക്കളെ. ആകാശമേ കേൾക്കാം, ഭൂമിയിൽ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു, ഇവരെന്നോട് മത്സരിക്കുന്നു. എന്നെ കൂടാതെ
നിറഞ്ഞ് ദൈവത്തെ കയറ്റുകയും Thank you, Jerry, Shizu and team.